ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ പ്രഥമ രാശി, രാശിയുടെ സ്വാമി ചൊവ്വ, സേനാപതിയുടെ സ്ഥാനം, അഗ്നിതത്വം. അഗ്നിരാശിയും അഗ്നിഗ്രഹവും കൂടിച്ചേർന്നാൽ എന്തായിരിക്കും ഫലം? അതാണ് ഇവർക്കുള്ളത്. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്നതാണ് മേടം രാശിക്കാർ. മേടം രാശിക്കാർ ഈ 5 ശീലങ്ങൾ മാറ്റിയെടുത്താൽ നിങ്ങളെപ്പോലെ നല്ല വേറെ ഒരു രാശിയില്ല തന്നെ. സേനാപതിയല്ലേ, കോപം മൂക്കറ്റത്ത് തന്നെ. ഇത് നിങ്ങൾ തീർച്ചയായും കൺട്രോൾ ചെയ്യേണ്ടതാണ്. ഈ ശീലങ്ങൾ മാറ്റിയാൽ നിങ്ങളുടെ ബന്ധങ്ങൾ ദൃഢമാക്കുവാൻ സാധിക്കും. സ്നേഹബന്ധം, സുഹൃത്ത് ബന്ധം, കുടുംബത്തിലുള്ള ബന്ധം, ജോലിസ്ഥലത്ത്, സമൂഹത്തിൽ, ഇങ്ങനെ എല്ലായിടത്തും ഈ മുൻകോപം കാരണം കൊണ്ട് നിങ്ങൾക്ക് വളരെയേറെ ദോഷങ്ങൾ തന്നെ വന്നു ഭവിക്കുന്നു. ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ 5 ശീലങ്ങൾ മാറ്റുന്നതിനുള്ള കാര്യമാണ്. ആ 5 ശീലങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൻ്റെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായവും അതുപോലെ തന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും. നമ്പർ 1, രാജാവിൻ്റെ മുന്നിൽ നിൽക്കുന്ന സേനാപതി. വളരെയധികം കോപം മൂക്കറ്റത്ത് തന്നെ. ഷോർട്ട് ടെമ്പർ, പെട്ടെന്നുള്ള അടങ്ങാത്ത കോപം. സ്വന്തം കാര്യത്തിൽ പോലും ഈ കോപം കൊണ്ട് നിങ്ങൾക്ക് തടസ്സങ്ങൾ വന്നേക്കാവുന്ന വിധത്തിലുള്ള കോപമാണ് നിങ്ങൾക്ക്. ഈ കോപം നിങ്ങൾ തീർച്ചയായും ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഈ കോപം കാരണം നിങ്ങളുടെ ലവ് റിലേഷനിൽ, മാരീഡ് ലൈഫിൽ, ഫാമിലിയിൽ, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് എല്ലാം ഈ കോപം കാരണം നിങ്ങൾക്ക് വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ ഈ രാശിയിൽ വന്ന് ജനിച്ചതുകൊണ്ട് മാത്രമാണ് ഈ കോപം നിങ്ങൾക്ക്. ഇത് മാത്രം ഒന്ന് നിങ്ങൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും നല്ല വിജയം കൊണ്ടുവരാൻ തന്നെ കഴിയും. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ലീഡറാകുവാൻ വേണ്ടി ജന്മമെടുത്തവർ തന്നെയാണ്. അപ്പോൾ ഈ കോപം തീർച്ചയായും ഒരു ലീഡർക്ക് പറ്റുന്നതല്ല. വേണ്ട സ്ഥലത്ത് കോപം കാണിക്കുക, പക്ഷേ അത് അധികമായി പോകാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി, അത് ചെയ്തു തീർത്തേ സമാധാനപ്പെടുകയുള്ളൂ. കൂടുതൽ സ്റ്റാമിന ഉള്ളത്, പെട്ടെന്ന് ആരെയും വിശ്വസിക്കുന്നവർ. നിങ്ങളിൽ സത്യമുള്ളതുപോലെ മറ്റൊരാളിലും ഉണ്ടാകണം എന്നില്ലല്ലോ. നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ എല്ലാം വേറൊരാളോട്, അന്യരോട് പെട്ടെന്ന് ഷെയർ